നമസ്കാരം. പണ്ട് ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞ ഒരു ഫലിതമുണ്ട്. ഒരു പള്ളിയിലെ കൈക്കാരൻ വരവ് ചെലവ് കണക്ക് വായിച്ചത് ഇങ്ങനെയായിരുന്നു: പരിശുദ്ധ പിതാവിനെ വെടിവെച്ച് കൊണ്ടുവന്ന വകയിൽ ചെലവ് 50K. കേട്ടവരെല്ലാം ഞെട്ടിയെങ്കിലും സംഗതി ഇതാണ്. മെത്രാച്ചൻ വന്നപ്പോൾ കതിനാ പൊട്ടിച്ച് വരവേറ്റ കാര്യമാണ് കണക്കൻ വായിച്ചത്. ഇതുപോലെ വൈത്തിരി ആശുപത്രിയുടെ സംഘാടക സമിതിയും എഴുതി വയ്ക്കാൻ സാധ്യതയുണ്ട്. പരിശുദ്ധ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വെടിവെച്ച് കൊണ്ടുവന്ന വകയിൽ ചെലവ് 1,00,000K. ക്യൂബൻ ഉപപ്രധാനമന്ത്രിക്കൊപ്പം അത്താഴ വിരുന്ന് കഴിച്ച് ക്യാൻസറിൻ്റെ മരുന്നും കണ്ടുപിടിച്ച ശേഷം ആദ്യമായി വയനാട്ടിലെ വൈത്തിരിയിലെത്തിയ വീണ ജോർജിനെ ഗുണ്ടും നിലയമിട്ടും കത്തിച്ചാണ് ആശുപത്രിയിലെ ആഘോഷ കമ്മിറ്റിക്കാർ സ്വീകരിച്ചത്. ത്തിനും ചെണ്ടമേളത്തിനും ഇടയിലൂടെ ജനലക്ഷങ്ങളെ തൊഴുത് കൈകൂപ്പി നീങ്ങുന്ന വീണ ജോർജിനെ കണ്ട് കമ്മികൾ കോരിത്തരിച്ചു. ആശുപത്രിക്ക് സമീപം വാഹനങ്ങൾ ഹോൺ പോലും മുഴക്കാൻ പാടില്ല എന്നാണ് നിയമം. വീണ ജോർജിനും സഖാക്കൾക്കും മുമ്പിൽ നിയമമൊക്കെ ICUവിൽ പോയി കിടക്കും. അത്യാസന്ന നിലയിൽ ഊർജ്ജശ്വാസം വലിച്ചു കിടക്കുന്ന രോഗികളെ ഗുണ്ട് പൊട്ടിച്ച് വിറപ്പിച്ചാണ് K മോഡൽ ആരോഗ്യം നടപ്പിലാക്കിയത്. ക്യൂബൻ സംഗീതം കൂടി ആകാമായിരുന്നു. അത്യാഹിത വിഭാഗത്തിൻ്റെ മുമ്പിൽ വെടിക്കെട്ട് നടത്തിയത് വാർത്തയാകുമെന്ന് മനസ്സിലാക്കിയ മന്ത്രി തൻ്റെ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു: അത്യാഹിത വിഭാഗത്തിന് മുമ്പിൽ വെടിക്കെട്ടും ചെണ്ടമേളവും പാടില്ലാത്തതാണ്. പക്ഷേ ഞങ്ങളുടെ ഒരു സന്തോഷത്തിനാണ് വെടിയെന്ന് സംഘാടകർ പറഞ്ഞു. ആശുപത്രിയിൽ കിടക്കുന്ന ഗർഭിണികളോടും അമ്മമാരോടും ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളും ഈ വെടിയുടെ ഭാഗമാണെന്നാണ്. ഗർഭം കലക്കി ഗുണ്ട് പൊട്ടിച്ച് ഗർഭിണികളുടെ പ്രസവം സുതാര്യവും സുഖകരവുമാക്കുന്ന ഒരു വിദ്യ കൂടി മന്ത്രി ക്യൂബയിൽ നിന്നും അഭ്യസിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഉദ്ഘാടനത്തിന് വൈത്തിരി ആശുപത്രി എന്ന് പറയുന്നതിന് പകരം ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നായിരുന്നില്ലേ പറയേണ്ടിയിരുന്നത്? അമ്പലത്തിൽ ഗാനമേളയ്ക്ക് പുഷ്പനെ അറിയാമോ എന്ന് പാടി ചോദിക്കുന്ന കമ്മികൾക്ക് ആശുപത്രിയിൽ വെടിയും പടക്കവും പാടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാകുമോ? വേണമെങ്കിൽ ICUവിനുള്ളിൽ കയറി വെടിക്കെട്ട് നടത്തും. ക്യൂബയ്ക്കൊപ്പം അത്താഴം കഴിച്ചിട്ട് വന്ന മന്ത്രി വീണ ജോർജിനെ കാണുമ്പോൾ സഖാക്കൾക്ക് ഒരു പുളകമാണ്. എന്തായാലും ആ അത്താഴ സദ്യക്ക് പോയില്ലായിരുന്നെങ്കിൽ മാഡം തോളിൽ തൂക്കിയ ബാഗിൻ്റെ വില നമ്മൾ അറിയാതെ പോകുമായിരുന്നു. മുൻപ് കുവൈറ്റിന് പോകാൻ വീണ ജോർജ് ഒരു പാതിരാത്രിയിൽ ഓടിച്ചാടി വിമാനത്താവളത്തിൽ ചെന്നതും നിരാശയോടെ തിരിച്ചു പോന്നതും സഖാക്കളെ ചില്ലറയല്ല നൊമ്പരപ്പെടുത്തിയത്. ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ ക്യൂബയിൽ പോയിട്ട് വന്ന് ഒരു ക്യൂബൻ മോഡൽ ആശുപത്രി വട്ടിയൂർക്കാവിൽ തുടങ്ങിയിരുന്നു. അതിൻ്റെ കഥ അധികം വൈകാതെ കഴിഞ്ഞു. ക്യൂബൻ മോഡൽ കേരളത്തിലാകെ വ്യാപിപ്പിക്കുമെന്നായിരുന്നു അന്ന് ശ്രീമതി പറഞ്ഞത്. ശസ്ത്രക്രിയ കഴിഞ്ഞ് ICUവിൽ വിശ്രമിക്കുന്ന സ്ത്രീകളെ ജീവനക്കാർ മാനഭംഗപ്പെടുത്തുന്നതും ശസ്ത്രക്രിയയ്ക്ക് ശേഷം കത്രിക രോഗിയുടെ വയറ്റിൽ നിക്ഷേപിക്കുന്നതും കൈവിരലിനു പകരം നാവിൽ ശസ്ത്രക്രിയ ചെയ്യുന്നതുമായ എന്തെങ്കിലുമൊക്കെ വിദ്യ ക്യൂബയ്ക്ക് പഠിക്കണമെങ്കിൽ അതും ഈ ആരോഗ്യമന്ത്രി അങ്ങോട്ട് പഠിപ്പിച്ചു തരും. ക്യൂബൻ മോഡൽ ഇങ്ങോട്ട് തരുന്നെങ്കിൽ കേരള മോഡൽ ഞങ്ങൾ അങ്ങോട്ട് തരും. നന്ദി.